എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ 4 ദിവസമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം രാഹുകേതുക്കളുടെ മാറ്റം. ഈ സെപ്റ്റംബർ 23 രാഹു ഭഗവാൻ മിഥുനത്തിൽ നിന്നും ഋഷഭത്തിലേക്കും കേതു ഭഗവാൻ ധനുസ്സിൽ നിന്ന് വൃശ്ചികത്തിലേക്കും മാറുകയാണ്. അപ്പോൾ ഈ മാറ്റം നമുക്ക് ഏത് രീതിയിലുള്ള ഒരു ചേഞ്ചാണ് വരുത്തുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹു മിഥുന രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മിഥുന രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ആ രാഹു ഈ 23 ഋഷഭത്തിലേക്ക് അല്ലെങ്കിൽ ഇടവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് 3 എപ്പിസോഡിലായിട്ട് നമ്മൾ ഈ മാറ്റങ്ങളെക്കുറിച്ചും മേടം, ഇടവം ഇത്യാദി രാശികളെപ്പറ്റിയും കൂറെപ്പറ്റിയും പറഞ്ഞു. ഇന്ന് നമുക്ക് മിഥുന രാശിക്കാർക്ക് അല്ലെങ്കിൽ മിഥുനക്കൂറുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകീരത്തരയും തിരുവാതിരയും പുനർദത്തി മുക്കാലും മിഥുനക്കൂറ്. മകീരത്തിലെ അവസാന 3-4 പാദങ്ങൾ, തിരുവാതിരയിലെ 1, 2, 3, 4 പാദങ്ങൾ, പുനർദത്തിലെ 1, 2, 3 പാദങ്ങൾ. ഇതിലുള്ള മിഥുന രാശിക്കാർക്ക്, മിഥുന കൂറുകാർക്ക് ഈ രാഹുവിൻ്റെ മാറ്റം എങ്ങനെയിരിക്കും എന്നാണ്. അപ്പോൾ പൊതുവെ 12ാം വീട്ടിലേക്കാണ് ഈ രാഹു മാറുന്നത്. അതായത് ചന്ദ്ര ലഗ്നത്തിൽ നിന്നും 12ാം വീട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ 12ാം വീട് എന്ന് പറഞ്ഞാൽ വ്യയസ്ഥാനമാണ്. അപ്പോൾ വ്യയം കൂടുക, ചെലവ് കൂടുക എന്നുള്ളതാണ് പൊതുവെ പറയുന്നത് ആചാര്യൻ. എങ്കിലും കേതു 6ാം വീട്ടിലാണ്. 6ാം വീട് എന്നുള്ളത് മിഥുനത്തിൽ നിന്നും 6ാം വീടായിട്ടുള്ള വൃശ്ചികത്തിൽ. ഇത് നമുക്ക് അനുകൂലതയാണ് കൊടുത്തരിക. കൂടാതെ ഒക്ടോബർ, നവംബറിലായിട്ട് ഗുരുവിൻ്റെ ഒരു മാറ്റമുണ്ട്. ആ ഗുരുവിൻ്റെ മാറ്റം എന്നുള്ളത് 12ാം വീടാണ് എന്നുണ്ടെങ്കിലും രാഹുവിനെ നോക്കുകയാണ്. അപ്പോൾ ഈ വ്രയം എന്നുള്ളത് ശുഭവ്രയമാവാനുള്ള സാധ്യതയുണ്ട്. ശുഭവ്രയമായി കഴിഞ്ഞാൽ എന്താണ്? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക, കല്യാണം ഉണ്ടാവുക, വാഹനങ്ങൾ മേടിക്കുക, വീട് കെട്ടുക, ഇതൊക്കെ ശുഭമായിട്ടുള്ള വ്രയമാണ്. അനാവശ്യമായിട്ട് യാത്ര ചെയ്യുക, ആക്സിഡൻ്റ് ആവുക, രോഗമുണ്ടാവുക, ഇതെല്ലാം ശുഭവ്രയമല്ല. അപ്പോൾ ശുഭവ്രയം സംഭവിക്കാനുള്ള യോഗമുള്ള ഒരു സമയമാണ് മിഥുന രാശിക്കാർക്ക്. അതുമല്ല, പല കാര്യങ്ങളായിട്ട് മുടക്കം വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം, പാർട്ട്ണർഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും സെക്കൻഡ് പേഴ്സണുമായിട്ട് വിശ്വാസം കൊണ്ട് എടുക്കുന്നതായിട്ടുള്ള ബിസിനസ്സുകളാവട്ടെ, അല്ല ബ്രോക്കിംഗ് ബിസിനസ് ആവട്ടെ, ഭാര്യാഭർത്തൃബന്ധങ്ങളാവട്ടെ, ഇതിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിട്ടാണ് ഇത്ര കാലം ജീവിച്ചത് എന്നിരിക്കലും ഈ മാറ്റം, ഈ സെപ്റ്റംബർ 23 ശേഷം വരുന്നതായിട്ടുള്ള മാറ്റം കേതുവിൻ്റെ 6ാം ഭാവസ്ഥിതി കൊണ്ട്, ചന്ദ്രനിൽ നിന്നും 6ാം ഭാവത്തിലേക്കുള്ള സ്ഥിതി കൊണ്ട് നല്ല ഒരു സൗഖ്യത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എങ്കിലും ദേഹാരോഗ്യത്തിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭാര്യയുടെ സഹധർമ്മിണിയുടെ ആരോഗ്യത്തിനും
കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പൊതുവെ നല്ല നേരങ്ങളിൽ ഗ്രഹേഷു അനുഗുണേഷു എന്നാണ് ആയുർവേദാചാര്യന്മാരൊക്കെ പറയുന്നത്. ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്താലും നല്ലത് നടക്കും. ഗ്രഹങ്ങൾ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും തെറ്റായിട്ടേ നടക്കുള്ളൂ. അതുകൊണ്ട് ഗ്രഹങ്ങൾ അനുകൂലമാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം എന്ന പോലുള്ള സ്തോത്രങ്ങളെ നിറയെ പ്രാവശ്യം ജപിക്കുക. എളുപ്പമായിട്ടുള്ള താരകമന്ത്രമായിട്ടുള്ള ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ എന്നുള്ളതായിട്ടുള്ള ശ്രീരാമ മന്ത്രം ജപിക്കുക. സാധിക്കുമെങ്കിൽ സ്ത്രീകൾ ശ്രീരാമജയം എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. താനും തൻ്റെ കുടുംബവും തൻ്റെ ഹസ്ബൻഡും കുട്ടികളും സന്തോഷമായിട്ട് സമാധാനമായി ജീവിക്കാനുള്ള ഒരു മാർഗമാണ് ഈ ശ്രീരാമജയം എഴുത്ത്. അങ്ങനെ ചെയ്യുക. സുന്ദരകാന്ഡം ജപിക്കുക അല്ലെങ്കിൽ കേൾക്കുക. ഇതെല്ലാം ഈ രാഹുകേതുക്കളുടെ ദോഷവശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. എല്ലാവർക്കും മിഥുനരാശിയിൽ മിഥുനക്കൂറിൽ പിറന്നിട്ടുള്ള എല്ലാവർക്കും ഈ രാഹുകേതുക്കളുടെ മാറ്റം അനുകൂല പ്രതികൂലതയാണ് എന്നുണ്ടെങ്കിലും അനുകൂലത കൂടുതലുള്ള ഒരു സമയമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ വേദപാഠശാലയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാലേ നമുക്ക് തുടർച്ചയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്മ വരുത്തുവാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.